सफलता परिश्रम के बिना संभव नहीं है। नमस्कार दोस्तों, आप सभी को कोकोनट लेडी चैनल पर स्वागत है। आज मैं आपके सामने फिर से 14 सेक्शन लेके आई हूँ। आज के सेक्शन में मैं कुछ ऐसी बातें बताने जा रही हूँ जिससे हमारी दिन की शुरुआत नहीं होती। आप सोच रहे हो कि मैं क्या बता रही हूँ, है ना। एक चाय के बिना एक दिन की शुरुआत होती है क्या? नहीं ना। നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ 4ാമത്തെ സെക്ഷനാണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മുടെ പരസ്യത്തിലൊക്കെ ഉണ്ടല്ലേ, മിൽമയില്ലാതെ എങ്ങനെയാ ഒരു ദിവസം തുടങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. आज मैं आपके सामने हमारे दूध वाले भैया से कैसे बात की जाए इसके बारे में बताने वाली हूँ. നമ്മുടെ പാൽക്കാരൻ ചേട്ടനോട് എങ്ങനെ ഹിന്ദിയിൽ, അതായത് നമ്മൾ പുറം നാട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്ന കോൺവെർസേഷൻസ് ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ പാൽക്കാരൻ ചേട്ടനോട് दूध वाले भैया से कैसे बात की जाए, क्या क्या बात करनी पड़ती है हमें, ये सारी बातों को हम आज देखेंगे हमारे इस वार्तालाप में. ठीक है, शुरू करते हैं. सभी वीडियो देखते समय अगर पसंद आता है तो ज़रूर लाइक करिएगा, शेयर करिएगा और सब्सक्राइब करिएगा. तो शुरू करते हैं. ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ പാൽക്കാരൻ ചേട്ടനെ നമ്മൾക്ക് പലപ്പോഴും പറ്റുന്നതാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ വരുമ്പം, നമ്മുടെ വീട്ടിൽ പാല് തരാൻ ആൾ വരുമ്പം നമുക്ക് പലതും എടുക്കേണ്ടി വരും. ചില സമയത്ത് നമ്മൾ ആംഗ്യ ഭാഷയിൽ ഒപ്പിക്കും. വേണ്ട എന്ന് പറയണം, പക്ഷെ എങ്ങനെ പറയണം എന്നറിയത്തില്ല. ഇനി കുറച്ച് ദിവസത്തേക്കിന് വേണ്ട എന്ന് പറയണുണ്ട്, പക്ഷെ അതും പറയാൻ അറിയത്തില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്തൊക്കെയാണ് പറയേണ്ടി വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. तो शुरू करते हैं. तो पहले हमें हमारे दूध वाले भैया से हमें अगर दूध चाहिए, कल से हमें दूध देना शुरू कर. भैया आपके पास हमें भी दूध देने के लिए है क्या, ഞങ്ങൾക്കും दूध പാൽ തരാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ हाँ दे दूँगा, ഞാൻ തരാമല്ലോ എന്ന് പറയും. कितने लीटर गाय की दूध चाहिए या भैंस की दूध चाहिए. അതായത് ഗായ്ക്ക് ദൂത് യാ ഭൈൻസ് की दूध എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നെങ്കിൽ പശുവിൻ്റെ പാല് അല്ലെ എരുമയുടെ പാല്, ഇത് ഏത് പാലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കാം ചില പാൽക്കാർ. കാരണം 2 തരത്തിലെ പാലും വിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ 2 തരത്തിൽ ഏത് പാലാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാം മുझे गाय की दूध चाहिए, भैया गाय की दूध चाहिए, നിങ്ങൾക്ക് പശുവിൻ്റെ പാലാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്, കിത്നെ ലിറ്റർ ലോगे, കിത്നെ ലിറ്റർ ലോगे, എത്ര ലിറ്റർ എടുക്കും, എത്ര ലിറ്റർ വാങ്ങും എന്ന് ചോദിക്കും. മുझे 1 ലിറ്റർ दिन में 1 ലിറ്റർ दे देना, ഒരു ദിവസം എനിക്ക് 1 ലിറ്റർ വെച്ച് തന്നാൽ മതി. ഓക്കെ, 1 ലിറ്റർ അത് നമ്മൾ പറയാൻ പഠിച്ചു. തോ ഇപ്പോൾ ഇനി ഇടയ്ക്ക് ഒരു ദിവസം നമ്മുടെ കയ്യിൽ പാലുണ്ട്, ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് പറയണം പാല് കൊണ്ടുവരുമ്പോഴത്തേനല്ലേ ഹോൺ അടിക്കുമ്പോൾ നമുക്ക് പോയി പറയാം ഭയ്യ ആജ് ദൂധ് നെയ്, ആജ് नहीं चाहिए, आज नहीं चाहिए, आज दूध नहीं चाहिए എന്നും പറയാം. ദൂത് എന്ന് എല്ലാവർക്കും അറിയാലോ, പാലിനാണ് ദൂത് എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ദൂത് വാലെ ഭയ്യ എന്ന് ആദ്യം തന്നെ പറഞ്ഞു. അപ്പം ആജ് ദൂത് നെഹി ചാഹിയെ, ഇന്ന് പാല് വേണ്ട. ഓക്കെ, അപ്പം പിന്നെ അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. ലിറ്റർ കോ കിത്നെ കെ ദേത്തെ ഹോ, ലിറ്റർ കിത്നെ കോ ദേത്തെ ഹോ, എത്ര ലിറ്ററിന് എത്ര രൂപ വെച്ചാണ് വെക്കുന്നത്. അപ്പം ചേട്ടൻ പറയാം, ഇവിടെയൊക്കെ ആണെങ്കിൽ 40 രൂപയാണ് ലിറ്റർ. അപ്പോൾ എത്ര പറയും, 40 रुपये ലിറ്റർ ഹേ ഭാവി, 40 रुपये ലിറ്റർ ഹേ ഭാവി. അപ്പം 40 രൂപയാണ് ലിറ്ററിന് ചേച്ചി എന്ന് പറയും. അപ്പം ठीक है भैया कल से शुरू कर देना, അപ്പം നാളെ മുതൽ തരാൻ തുടങ്ങിക്കോളൂ എന്ന് പറയും. कल से शुरू कर देना. ഇനി ഇതൊക്കെ നമ്മൾ ഏകദേശം, ഇനി പാല് തരുന്നു വേണ്ട എന്ന് പറയാനും നമ്മൾ പഠിച്ചു. എത്ര രൂപയാണെന്ന് ചോദിച്ചു, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അവധിക്ക് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേന് ഇനി പാല് വേണ്ട. അപ്പോൾ അതെങ്ങനെ പറയും, ഭയ്യ ഹം छुट्टी जा रहे हैं, ഭയ്യ കൽ ഹം छुट्टी जा रहे हैं, നാളെ ഞങ്ങൾ ലീവ് പോവുകയാണ്. तो 1 महीने के लिए दूध नहीं चाहिए, तो 1 महीने के लिए ഒരു മാസം. അപ്പം നിങ്ങൾ എത്ര മാസത്തേക്കിനാണ് നാട്ടിൽ പോകുന്നതെന്ന് വെച്ചാൽ അത്രയും ദിവസം. അപ്പോൾ ദിവസക്കണക്കാണെങ്കിൽ 15 दिन 10 दिन എത്രയാണെന്ന് വെച്ചാൽ ആ ഡേയ്സിൻ്റെ എണ്ണം പറയാം. दिन तक दूध नहीं चाहिए, അത്ര ദിവസത്തേക്കിന് പാല് വേണ്ട എന്ന് നമുക്ക് പറയാം. ഇനി അപ്പോഴത്തേക്കിന് ചിലപ്പോൾ ആൾ തിരിച്ച് നമ്മളോട് പറയും ജബ് आओगे तो कॉल कर देना, जब आओगे
तो कॉल कर देना എന്ന് വെച്ചാൽ എന്താണ് വരുമ്പോഴേക്കും എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി ഒരു ഫോൺ കോൾ ചെയ്താൽ മതി ഞാൻ അന്ന് മുതൽ പാല് തരാൻ തുടങ്ങാം അല്ലേ तो ठीक है भैया जब आएंगे तो कॉल कर देंगे जब आएंगे तो कॉल कर देंगे ഞങ്ങൾ വരുമ്പോഴത്തേക്കിന് കോൾ ചെയ്തേക്കാം വിളിച്ചേക്കാം ചേട്ടനെ तो ठीक है भैया धन्यवाद ओके भैया ശരി താങ്ക് യു അപ്പം നമുക്ക് അത്യാവശ്യം ഒരു പാൽക്കാരനോട് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പാല് വേണം ഇന്ന പാല് വേണം എത്ര ലിറ്റർ വേണം അല്ലെങ്കിൽ ഇനി ഒരു ദിവസം നമുക്ക് കുറച്ച് കൂടുതൽ വേണം അതെങ്ങനെ ചോദിക്കും भैया 1 लीटर ज़्यादा होगा 1 लीटर ज़्यादा रहेगा आज देने को नहीं तो कल से मुझे 2 लीटर चाहिए कल से मुझे 2 लीटर चाहिए നാളെ മുതൽ എനിക്ക് 2 ലിറ്റർ വേണം क्या हुआ भाभी എന്തു പറ്റി നാളെ മുതൽ 2 ലിറ്റർ मेहमान आए हैं घर में भैया घर में मेहमान आए हैं मेहमान आए हैं എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് मेहमान घर में मेहमान आए हुए हैं तो 2 लीटर तक दे देना 2 लीटर दे देना അപ്പം വീട്ടിൽ ഗസ്റ്റ് ഉള്ളത് കൊണ്ട് 2 ലിറ്റർ വെച്ച് തരണം ഓക്കെ ഇപ്പം ഞാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിൽ വന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു പാൽക്കാരനോട് ചോദിക്കേണ്ടതായിട്ടും പറയേണ്ടതായിട്ടും വരുന്ന കുറച്ച് കോൺവെർസേഷൻസ് ഞാൻ അത്രയും സാധാരണയായ കോൺവെർസേഷൻസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ലൈഫിന് അല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് നിങ്ങളുടെ മനസ്സിലും നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരുന്ന കുറച്ച് സാഹചര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം അതും ഞാൻ എൻ്റെ ഈ വീഡിയോ സെക്ഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരുന്നിടം വരെ ടിൽ ദെൻ ബൈ ബൈ